ഒന്നാമത് അവർ പറയുന്നത് ഹമാസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ടെററിസ്റ്റാണ്. അവരെ ഏതെങ്കിലും രീതിയിൽ സാമ്പത്തികമായിട്ടോ അല്ലാതെയോ ഒക്കെ സഹായിക്കുകയാണെങ്കിൽ, ആ രീതിയിലുള്ള ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥിതികൾ വരികയാണെങ്കിൽ അത് ആ രാജ്യത്ത് പിന്നീട് വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ആ രീതിയിലാണ് ഈ ഖത്തർ ഹമാസിനെ അടുപ്പിച്ച് അവരുടെ അവിടെ താമസിച്ച് കൊണ്ടിരുത്തി നെഗോസിയേഷൻ ഇരുത്തിയപ്പോൾ പോലും, ഈ ടർക്കി ആ രീതിയിൽ പെരുമാറിയപ്പോഴും UAEയും സൗദിയും പൂർണ്ണമായിട്ടും മാറി നിന്നു. ഇത് പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏറ്റവും പവർഫുള്ളായിട്ട് ഹെൽത്ത് റിച്ച്, അതേപോലെ സൗദി ആണെങ്കിൽ മിലിറ്ററി ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള മിലിറ്ററി, അവരെന്തുകൊണ്ടാണ് ഹമാസിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കത്തില്ലെന്ന് പറഞ്ഞത്? കാരണം ആ രാജ്യത്തിനറിയാം അവിടുത്തെ ടെററിസം എന്ന് പറഞ്ഞാൽ അതെല്ലാം പെനട്രേറ്റ് ചെയ്ത് ഈ പറയുന്ന സൗദിയിൽ നേരത്തെ വലിയ ശക്തമായ രീതിയിൽ ഒതുക്കാൻ അവർക്ക് ഒത്തിരി പാടുപെടേണ്ടി വന്നു. അവർക്കും അറിയാം അവർക്ക് ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ പറ്റില്ല. അവരുടെ എക്സ്റ്റേണലും ഇന്റേണൽ സെക്യൂരിറ്റിക്ക് ഇസ്രായേലിൻ്റെ അകത്ത് ഓഫ് ദ റെക്കോർഡ് വലിയ ഗെയിം കളിക്കാനുണ്ട്. അതുകൊണ്ടാണ് അവർ അമേരിക്കയെ കൺവിൻസ് ചെയ്തിട്ട് ഈ ഉച്ചകോടിയിൽ നിന്നും അവരുടെ ഹെഡ് ഓഫ് ദ നേഷൻസ് പൂർണ്ണമായിട്ട് മാറുന്നത്. അതതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അവർക്ക് പബ്ലിക്കായിട്ട് വന്നിട്ട് ഹമാസിനെയോ ഇസ്രായേലിനെയോ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് താല്പര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് അവരൊരിക്കലും ഇസ്രായേലിനെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്തില്ല. ഹമാസിനെ ഈ പറയുന്ന രീതിയിലുള്ള അവിടുത്തെ റീഹാബിലിറ്റേഷനും കൺസ്ട്രക്ഷനും റീകൺസ്ട്രക്ഷനും ആരൊക്കെ നടത്തുവാണ് അവരവരുടെ ഷെയർ കൊടുക്കാൻ തയ്യാറാണ്.